ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രഭാത വചന ധ്യാനത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയംഗമമായ സ്വാഗതം. ചില വ്യക്തികൾക്ക് ഉപകാരം ചെയ്താൽ, ചില ശുശ്രൂഷകളിൽ ചിലരെ കൈത്താങ്ങിയാൽ, അതെ, പിന്നീട് വരുമ്പോൾ അത് നമുക്ക് വിപരീതമായ അനുഭവത്തിൽ അവർ സംസാരിക്കുകയോ ഇടപെടുകയോ ചെയ്താൽ, അല്ല അതിനുമപ്പുറത്തും നമുക്കൊരു ഗതികേട് വരുമ്പോൾ അവർ മറന്നു കളഞ്ഞു എന്ന ഒരവസ്ഥ വന്നാൽ അത് നമ്മെ എത്രയധികം വേദനിപ്പിക്കും. ഒരുപക്ഷെ നിങ്ങൾ അങ്ങനെയുള്ളതായ അനുഭവങ്ങളിലൂടെ കടന്നുപോയ വ്യക്തിയായിരിക്കാം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സന്ദേശം നിങ്ങൾക്കുള്ളതാണ്. പ്രത്യേകം ശ്രദ്ധിച്ചാലും നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 40-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യം. എങ്കിലും പാനപാത്രവാഹകന്മാരുടെ പ്രമാണി യോസെഫിനെ ഓർക്കാതെ അവനെ മറന്നു കളഞ്ഞു. യോസെഫിൻ്റെ കാരാഗ്രഹവാസ സമയമാണ്. ആ സമയത്താണ് മിസ്രയീം രാജാവായിരിക്കുന്ന ഫറവോന്റെ അപ്പക്കാരുടെ പ്രമാണിയും പാനപാത്ര വാഹകരുടെ പ്രമാണിയും യജമാനനായ ഫറവോനോട് കുറ്റം ചെയ്ത് അവിടെ തടവുകാരായിട്ട് വരുന്നത്. ആ തടവുകാർ യോസെഫിൻ്റെ മേൽനോട്ടത്തിൽ ആ കാരാഗ്രഹത്തിൽ കഴിയുകയാണ്. ഒരേ ദിവസം രണ്ടുപേരും ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം വ്യാഖ്യാനിക്കുവാൻ ആരുമില്ലാതെ അവർ വല്ലാതെ വിഷമിച്ചിരിക്കുന്നതായ സമയത്താണ് യോസെഫ് കടന്നു ചെന്നിട്ട് എന്താണ് നിങ്ങളുടെ വിഷമാവസ്ഥയ്ക്ക് കാരണം എന്ന് ചോദിക്കുകയാണ്. വളരെ വ്യക്തമായിട്ട് സ്വപ്നം പറഞ്ഞു. അതിൻ്റെ അർത്ഥവ്യാഖ്യാനം യോസെഫ് നടത്തുകയാണ്. അതെ, അവിടെ പറയുന്നതായ ഒരു കാര്യം, ഒരാൾ മരിക്കുകയും ഒരാൾക്ക് തങ്ങളുടെ ജോലി തിരിച്ചു കിട്ടുകയും ചെയ്യും എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പക്കാരുടെ പ്രമാണി 3 ദിവസം കഴിയുമ്പോൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമെന്നുള്ളതായ സ്വപ്ന വ്യാഖ്യാനം വളരെ വ്യക്തമായി യോസെഫ് നിർവഹിച്ചു. അത് അതുപോലെ തന്നെ സംഭവിച്ചു. എന്നാൽ പാനപാത്രവാഹകരുടെ പ്രമാണി തനിക്ക് ലഭിക്കുവാൻ പോകുന്നതായ പ്രൊമോഷനെക്കുറിച്ചും യോസെഫ് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. അതും അങ്ങനെ തന്നെ സംഭവിച്ചു. യോസെഫ് സ്വപ്ന വ്യാഖ്യാനം നടത്തുമ്പോൾ പ്രത്യേകം പറയുന്നുണ്ട്, ഞാൻ ഈ കുണ്ടറിൽ കിടക്കേണ്ടതായ ആളല്ല, ഞാൻ വളരെ നിഷ്കളങ്കനായിട്ട് ജീവിച്ചതായ വ്യക്തിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, പാനപാത്രവാഹകരുടെ പ്രമാണി ഈ കുണ്ടറയിൽ ഈ കാരാഗ്രഹത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വരുമ്പോൾ അതെ, എന്നെ മറന്നു കളയരുത്, എന്നെ കൂടെ ഓർക്കണം എന്ന് പറയുകയാണ്. നമ്മുടെ ജീവിതത്തിലും ചില സമയങ്ങളിലും വളരെ നല്ല ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ പോലും നാം ചില കാര്യങ്ങളിൽ ചിലരുടെ കാല് പിടിക്കുന്നതായ സ്വഭാവം നമ്മുടെ ജീവിതത്തിലുണ്ട്. ദൈവം എത്രയോ ശ്രേഷ്ഠമായ അനുഭവങ്ങളെ നമുക്ക് നൽകുമ്പോഴും അതെ, വളരെ തരം താണതായ നിലയിലേക്ക് നമ്മുടെ ചില വാക്കുകളൊക്കെ വന്നു വീഴാറുണ്ട്. ഇതുപോലെ യോസെഫിൻ്റെ വാക്കുകളും അങ്ങനെ തന്നെ വന്നു വീണു. എന്നാൽ അവിടെ ശ്രദ്ധിക്കുക, പാനപാത്രവാഹകരുടെ പ്രമാണി തിരിച്ചു ജോലിയിൽ കയറി. എന്നാൽ താന് യോസെഫിനെ മറന്നു കളഞ്ഞു എന്നാണ് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ അദ്ദേഹം മറന്നു കളഞ്ഞു എങ്കിലും സ്വർഗത്തിലെ ദൈവം യോസെഫിനെ മറന്നു കളഞ്ഞില്ല. പാനപാത്രവാഹകരുടെ പ്രമാണി ഓർത്ത് ഒരു കാര്യം പറഞ്ഞിരുന്നുവെങ്കിൽ ഫറവോൻ ഒരു പക്ഷേ ആ തടവറയിൽ നിന്ന് മോചിപ്പിക്കുമായിരുന്നു. എന്നാൽ വീണ്ടും താൻ ആ രാജ്യത്തെ ഒരടിമയായിട്ട് മുൻപോട്ട് പോകുമായിരുന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവം ഓർത്തപ്പോൾ യോസെഫിനെ സംബന്ധിച്ചിടത്തോളം യോസെഫ് ഫറവോന്റെ 2-ാം രഥത്തിൽ ഇരുന്നു. അവിടെയുള്ളതായ സകല കാര്യങ്ങളെയും അല്ലെങ്കിൽ ഭക്ഷ്യകാര്യ മന്ത്രിയായിട്ട് മാറി എന്നുള്ളതാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ഈ ദിവസങ്ങളിൽ അതെ, നമ്മെ ഓർക്കേണ്ടവൻ ഓർത്തില്ലെങ്കിൽ അതെ, പലരും മറന്നു കളയുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മെ മറന്നു കളയുന്നവനല്ല. നമ്മെ ഓർക്കേണ്ടവൻ ഓർത്താൽ മാത്രമേ പ്രയോജനമുള്ളൂ. നമുക്ക് ദിവസങ്ങളിൽ ആ നല്ല കർത്താവിൽ ആശ്രയിക്കാം. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ ജനത്തെ ഈ പ്രഭാതത്തിലും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പകലും അവർക്ക് അനുഗ്രഹമായി മാറട്ടെ. തൃക്കരങ്ങളിലേക്ക് താഴ്ത്തുന്നു, യേശുക്രിസ്തുവിൻ ധന്യ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.